തുർക്കിയും നമ്മളുള്ള ബന്ധം നോക്കൂ, ഇപ്പോൾ ആണല്ലോ മോശമാകുന്നത്. ഈ സർവ്വകാലത്തും ബന്ധം മോശമായത് ആരുമായിട്ടാണ്? പാകിസ്ഥാനായിട്ടാണ്. പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള ബന്ധം ഒരിക്കലും അതൊരു നല്ല അവസ്ഥയിലായിരുന്നില്ല. ഉണ്ടായ കാലം മുതൽ തന്നെ സംഘർഷാത്മകമായിരുന്നു. 2005 കശ്മീരിൽ വലിയൊരു ഭൂകമ്പം നടക്കുന്നുണ്ട്. കശ്മീർ റീജിയനിൽ, ഇന്ത്യൻ കശ്മീരിലും പാകിസ്ഥാൻ്റെ ഭാഗമുള്ള കാശ്മീരിലും. പക്ഷേ അത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഈ POKയിലാണ്, പാക് ഓക്യുപ്പൈഡ് കശ്മീർ പ്രദേശത്താണ്. 75,000 മനുഷ്യരാണ് മരിച്ചത്. അന്ന് 2005 കശ്മീർ ഭൂകമ്പ സമയത്ത് $25 മില്യൺ സഹായമാണ് ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാന് ചെയ്തത്. 25 മില്യൺ. കാർഗിൽ യുദ്ധം കഴിഞ്ഞ 6ാമത്തെ വർഷം 2005. ഓക്കെ, അതെ, 99 കാർഗിൽ യുദ്ധം നടക്കുന്നത്. എന്നോ ഇന്ത്യൻ എയർഫോഴ്സ് റിലീഫ് സപ്ലൈ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പീസ് മിഷനുമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ബോർഡർ ക്രോസ് ചെയ്യുന്ന ആദ്യത്തെയും അവസാനത്തെയും സന്ദർഭമായിരിക്കും അത്. 2005 അങ്ങനെ സംഭവിക്കുന്നു. 2010 പാകിസ്ഥാനിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. 1600 ആളുകൾ മരിച്ചു. പാകിസ്ഥാൻ്റെ ഏതാണ്ട് 5/1 പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായ വലിയ ഗുരുതരമായ സാഹചര്യമായിരുന്നു. അന്ന് $5 മില്യൺ സഹായമാണ് ഇന്ത്യ പാകിസ്ഥാന് ചെയ്തത്. പക്ഷേ 2005 2010 അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് എന്ന് സംഘമിത്രങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് 2022 പാകിസ്ഥാനിൽ 2010 വലിയ പ്രളയം ഉണ്ടായി. അന്ന് പാകിസ്ഥാന് സർവ്വ പിന്തുണയും വാഗ്ദാനം ചെയ്ത ആരാന്നറിയോ? നരേന്ദ്രമോദിയാണ്. പിന്തുണ വാഗ്ദാനം ചെയ്തു. അയാൾക്കുള്ള സഹായം അയക്കാൻ ഇന്ത്യ സന്നദ്ധമായി. പാകിസ്ഥാനോട് ഡിക്ലൈൻ ചെയ്തു, അത് വേറെ വിഷയം. പാകിസ്ഥാൻ സഹായം സ്വീകരിച്ചില്ല. പക്ഷേ ഔദ്യോഗികമായി ഇന്ത്യ, പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ് എടുത്ത് പരിശോധിച്ചു. ആ സമയത്ത് പാകിസ്ഥാൻ ജനതയ്ക്ക് ഈ പ്രശ്നത്തെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന് സർവ്വ പിന്തുണയും പ്രധാനമന്ത്രി തന്നെ അറിയിക്കുകയും ഔദ്യോഗികമായിട്ട് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാൻ നിരസിച്ചു. ഇനി കാണുക, 2001 ഇന്ത്യയിൽ ഗുജറാത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടായി. ആ സമയത്ത് പാകിസ്ഥാൻ്റെ സഹായം ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. 13 ടൺ റിലീഫ് സപ്ലൈസ്, പാകിസ്ഥാൻ്റെ റിലീഫ് സപ്ലൈസ് 13 ടൺ റിലീഫ് സപ്ലൈസ് ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് ഗുജറാത്ത് ഭരിക്കുന്ന BJP ആണ്, കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. 2001 എന്ന് പറയുമ്പോൾ 1999 കാർഗിൽ വാർ. കാർഗിൽ വാറിൻ്റെ അത് മറന്നിട്ടുമില്ല. അപ്പം ഇന്ത്യയെ പാകിസ്ഥാൻ സഹായിച്ചിട്ടുണ്ട്, പാകിസ്ഥാൻ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം മാനുഷിക ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കുക എന്നുള്ളത് മാനവികമായിട്ടുള്ളൊരു നിലപാടാണ്. ആ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നിതാന്ത ശത്രുക്കളായുള്ള രാഷ്ട്രങ്ങൾ പോലും ശാസ്ത്രവത്തിലായിരിക്കുമ്പോൾ പോലും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് മനുഷ്യ സമുദായത്തിൻ്റെ സ്വഭാവമാണ്. ഇതൊക്കെ അറിയാവുന്ന ആളാണ് ശശി തരൂർ. ഇതൊക്കെ അറിയാവുന്ന ഒരാളായിട്ട് പോലും എന്തിനാണ് അദ്ദേഹം ഇത് പറയുന്നുള്ളതാണ് ദുരൂഹമായിട്ട്. ആർക്ക് വേണ്ടിയാണ്, ആരുടെ കയ്യടി കിട്ടുക വേണ്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നത്? അദ്ദേഹം ഏത് ക്യാമ്പിലേക്കാണ് യാത്രയ്ക്ക് ചട്ടം കെട്ടിയിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടത്. ഈ മനുഷ്യൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്നിട്ട് ഈ ജാതി ഉഡായിപ്പുകൾ, ഈ ജാതി മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ, സാമാന്യമായ മാനവിക ബോധത്തിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ ഈ സംഘ പ്രൊഫൈലുള്ള കൈയടിക്ക് വേണ്ടി പറയുന്നത് കഷ്ടം തന്നെ പറയുള്ളൂ. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തെ മലയാളികൾ സ്വീകരിച്ചത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലക്കല്ല, ഒരു വിശ്വപൗരൻ എന്നുള്ള നിലക്കാണ്. പക്ഷേ വിശ്വക്രൂരൻ്റെ നിലപാടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ ചെറുപ്പക്കാർക്കിടയിൽ സ്വീകാര്യത ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു. എന്തുകൊണ്ടാണ് സ്വീകാര്യത കിട്ടിയത്? അദ്ദേഹം ഒരു വിശ്വപൗരൻ, ഒരു കോസ്മോപൊളിറ്റൻ ഫിഗർ എന്നുള്ള നിലക്കാണ്. ഈ കോസ്മോപൊളിറ്റൻ ഫിഗർ എന്നുള്ള നിലയിൽ നിന്ന് ഒരു ഓർത്തഡോക്സ് ഹിസ്റ്ററിക് നാഷണലിസ്റ്റ് ഒരു അപസ്മാര ദേശീയവാദി എന്ന നിലയിലേക്ക് ഈ മനുഷ്യൻ താഴുകയാണ്. അത് ഏറ്റവും വലിയ ദുരന്തമാർക്കാന്ന് വെച്ചാൽ ശശി തരൂരിന് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്.